പ്രശാന്തട്ടെ, ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളെ എല്ലാ മതസ്ഥരും ശബരിമല വരുന്നത്. ഞാൻ 2 തവണ ശബരിമലയിൽ പോയ ആളാണ്, അതുകൊണ്ട് ആണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ പോകുമ്പോൾ വളരെ ഗംഭീരമായിട്ട് അത് ഞാൻ 2-ലോ 3-ലോ എങ്ങാണ്ട് പഠിക്കുന്ന സമയം ആ ഫോട്ടോ ഇപ്പോഴും ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ എനിക്ക് എടുത്തു തന്നു. അന്ന് കുറേ ചേട്ടന്മാരുടെ കൂടെ, ഞാൻ തീരെ ചെറിയ പയ്യനാണ്, അന്ന് ഈ വ്രതമൊക്കെ എടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കെട്ടൊക്കെ കെട്ടി അങ്ങനെ പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ കുറേ മുതിർന്നിട്ട് സുഹൃത്തുക്കളോടൊപ്പം പോയി. പിന്നീട് പലതവണ പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. എന്തായാലും ശബരിമല എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ ഒരു വികാരമാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ശബരിമല ഭക്തരെ ആ രീതിയിൽ കാണാതെ ഇവരെ ഒരു കച്ചവട മനസ്സോടുകൂടി കാണുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവരെ ഒന്നും വിലമതിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ശബരിമലയിൽ വരുന്ന ഭക്തരോടുള്ള പെരുമാറ്റം പലപ്പോഴും കോടതിയൊക്കെ ഇടപെട്ടിട്ടാണ് അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഈ അടുത്തും 2 ദിവസം മുമ്പ് നമ്മളൊരു പുതിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം? അതാണ് ഇപ്പം മനസ്സിലാവാത്തത്. ഇപ്പം അതിനെപ്പറ്റി വലിയൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇപ്പം ജോൺ പറഞ്ഞല്ലോ, ജോൺ ഒരു ക്രിസ്ത്യാനിയാണ്, പ്രേക്ഷകർക്ക് അറിയാം. ജോൺ ശബരിമല പോയതിൻ്റെ ആ ഫോട്ടോ ഇപ്പോഴും വളരെ എന്തൊരു വലിയൊരു നിധി പോലല്ലേ സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ശബരിമല പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു മതസ്ഥനാണ്, പക്ഷേ അത് അവിടുത്തെ ആ മറ്റൊരു മതത്തിനോടുള്ള ബഹുമാനമാണ് കാണിക്കുന്നത്. ഞാൻ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ. പക്ഷെ നിങ്ങൾ ഒരു പള്ളിയിൽ പോയാൽ അത്ര ഒരു കൗതുകത്തോടു കൂടി അത് പറയത്തില്ല. ഇത് തിരിച്ചും സംഭവിക്കാം. കാരണം ഒരു യഥാർത്ഥ മതവിശ്വാസിയുടെ മാനസിക വലുപ്പം അത്. ഇപ്പം ഞാനൊരു നിങ്ങളുടെ ഒരു പള്ളിയിൽ വന്നാലും എനിക്കത് വലിയ വലിപ്പത്തിൽ തോന്നും. അതാണ് യഥാർത്ഥ മതവിശ്വാസി എന്നും. അതെ, എല്ലാ മതവിശ്വാസി. കാരണം മറ്റു മതത്തിനെ ബഹുമാനിക്കും അവർ. അത് വലിയ പവിത്രമായിട്ട് കാണും, നമ്മുടേതിനെക്കാട്ടി പവിത്രമായിട്ട് കാണും. പക്ഷേ ഇപ്പം ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല. ഇത് വലിയൊരു ലോബിയുടെ കയ്യിലാണ്. അത് വളരെ ഇപ്പം അതിനെപ്പറ്റി അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കച്ചവട ലോബി ചില പ്രത്യേക മതസ്ഥർ എന്നല്ല, ജിഹാദീവൽക്കരണത്തിലേക്ക് പോകുന്നതായിട്ട്. പ്രത്യേക മതസ്ഥർ പണ്ടും അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ടൊന്നും ഒരു ശല്യവും ഒരയ്യപ്പനും ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലത്തിനപ്പുറം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന എല്ലാ ബഹുമാനത്തോടും കൂടി, എല്ലാ ശുദ്ധിയും വൃത്തിയോടും കൂടി തന്നെയാണ് അന്ന് കച്ചവടം ചെയ്തിട്ടുള്ള ഈ അന്യമതസ്ഥർ ഒക്കെ അവിടെ കച്ചവടം ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം കച്ചവടം ചെയ്യണം, കാശ് വേണം, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം. പക്ഷെ അവിടെ വരുന്നവരെ, സ്വാമിമാരെ ആ സ്വാമിയുടെ അർത്ഥത്തിൽ കാണാനോ അല്ലെങ്കിൽ മതേതര ചിന്തയിൽ കാണാനോ ഒന്നും താല്പര്യമില്ല. ആ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. അല്ല, വരുന്ന എല്ലാവരും അയ്യപ്പനാണ്. അയ്യപ്പൻ. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത്, അയ്യപ്പൻ എന്ന് പറയുന്നതിനകത്തും വലിയൊരു കാര്യമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഹിന്ദുയുടെ ഭാഗത്ത് ഞാൻ പറയും. ഇപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ രാമൻ, അല്ലെങ്കിൽ ശങ്കരൻ, അല്ലെങ്കിൽ ഇവർ മാലയിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഇതാ. പിന്നെ അങ്ങനെ വിളിക്കുന്നില്ല, സ്വാമിനെ വിളിക്കുന്നത്. മാത്രമല്ല അവരെ പിന്നെ എന്തോ ശബരിമല അയ്യപ്പനെ കാണുന്ന അതാണ് ഈ ശബരിമലയുടെ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത, സ്വാമി എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊന്നും ഇപ്പം കഴിഞ്ഞ ദിവസം ശബരിമലയിലെ അയ്യപ്പന്മാർ സീസൺ ഔട്ട് അപ്പം ഒരു കച്ചവടക്കാരൻ, അത് ഏത് ജാതിയോ മതമോ എനിക്ക് വ്യക്തമല്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരു ശബരിമല കച്ചവടം ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു ആരാധനയോടുകൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ശബരിമല കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി തന്നെ അത് പ്രത്യേക താല്പര്യം ഇല്ലാത്തവർ കച്ചവടം ചെയ്യാനോ അങ്ങ് അവരെ പോകത്തില്ല. കാരണം ഈ സ്വാമിയോടൊക്കെ ഉള്ളൊരു താല്പര്യം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാമിമാരെ അല്ലെങ്കിൽ ഈ വൃത്തിഹീനമായിട്ട് ഭക്ഷണങ്ങൾ വെച്ചിരുന്ന് അടച്ചു വയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്നാ വേണേ തിന്നട എന്ന് പറഞ്ഞിട്ട് എടുത്തു കളയുന്ന ഒരു രീതി, അതൊരു നല്ല രീതിയല്ല. അതൊരു വെല്ലുവിളിയുടെ രീതിയാണ്. അത് ആ കച്ചവടക്കാരെ കച്ചവട താല്പര്യം മാത്രമല്ല, വേറെ ചില താല്പര്യങ്ങൾ കൂടെ സംരക്ഷിക്കാൻ അവിടെ വന്നിരിക്കുന്നതാണെന്ന് ഇപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചില അർത്ഥങ്ങളും കാണേണ്ടതായിട്ട് വരും. കാരണം അമ്പലങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ എനിക്കറിയത്തില്ല, മുസ്ലിങ്ങളാണ് ഇതിൻ്റെ എല്ലാം വട്ടം കച്ചവടം. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ വട്ടം കച്ചവടം ചെയ്യുന്ന മൊത്തം 90% അല്ലെങ്കിൽ 75% മുസ്ലിങ്ങളാണ്. അല്ലെങ്കിൽ ശബരിമലയിലാണെങ്കിൽ 10,000 കോടി രൂപയുടെ വ്യവസായം ഒരു സീസണിൽ നടക്കുമെന്നാണ് പറയുന്നത്. അകത്തെ അമ്പലത്തിൻ്റെ അകത്ത് വീഴുന്ന അടവരവിൻ്റെ കണക്കേ നമ്മൾ അറിയുന്നുള്ളൂ. ഇതിനകത്ത് ഈ കച്ചവടം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഇതിനകത്തെല്ലാം ഇത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്, ഈ കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളൊക്കെ തന്നെയാണ്. ഈ മുസ്ലിങ്ങളിപ്പം ഈ ജിഹാദികൾ അല്ലെങ്കിൽ PFIക്കാരൻ്റെ സ്വഭാവമുള്ള SDP സ്വഭാവമുള്ള ആൾക്കാർ കച്ചവടം ചെയ്യുകയും അവർക്ക് മറ്റ് മതസ്ഥരെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഉള്ളവരാണല്ലോ. അപ്പോൾ അതേ രീതിയിൽ ഉൾക്കൊള്ളുകയും വേണ്ടി വന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉരുത്തിരിക്കണമെങ്കിൽ അന്നേരം ആളിനെ സംഘടിപ്പിക്കാതെ ഇവരെ തന്നെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എല്ലായിടത്തും ഉരുത്തിരിയുന്നു എന്നിപ്പം ചില കോണുകളിൽ നിന്നൊക്കെ
പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യം നമ്മൾക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ യു പിയിൽ ഈ ഒരു ജാഥ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ശിവൻ്റെ ആരാധനയായിട്ട് കൊണ്ട് അവിടെ വളരെ ബുദ്ധിപൂർവ്വം ആൾക്കാർ പേരെഴുതി വെക്കാൻ പറഞ്ഞപ്പം കടക്കാരുടെ പേരെഴുതി വെക്കാൻ പറഞ്ഞാൽ അവർ കോടതിയിൽ പോയി. കാരണം കടമുക്കാലും ഈ പറഞ്ഞ കച്ചവടം ചെയ്യുന്നതൊക്കെ സരസ്വതി ഹോട്ടൽ അല്ലെങ്കിൽ പാർവതി ഹോട്ടൽ, മറ്റേ ഹോട്ടൽ പേര് എഴുതി വെക്കത്തില്ല. എന്നിട്ട് ഇവർക്ക് ശുദ്ധമായ ഭക്ഷണം കൊടുക്കത്തില്ല. ഈ ഒരു വിവാദം അവിടെയും കൂടെ വന്നതുകൊണ്ടാണ്. അവിടെ പറഞ്ഞാൽ ഈ ഇവിടുത്തെയും കൂട്ടല്ല, അതിന് പോകുന്നിടത്ത് ഈ ഉള്ളി പോലും ഉപയോഗിക്കത്തില്ല ബ്രാഹ്മിൻസ്. ഉള്ളിയും ഇവർ പറയുന്ന അസുരൻ്റെ സാധനമാണ്, അതുകൊണ്ട് അതുപോലും ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കത്തില്ല. അപ്പം അത് അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ശുദ്ധവും വൃത്തിയായിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് കയറണ്ടെന്ന് വെച്ചിട്ടപ്പോൾ ഹിന്ദുക്കളെല്ലാം അവിടെ പേരെഴുതി അങ്ങ് വെച്ചു. അപ്പോൾ ഈ ഹിന്ദു പേരില്ലാത്ത കച്ചവടം അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ പേര് നോക്കുമ്പോൾ ഹിന്ദു പേരെഴുതിയിട്ടുള്ള ഹോട്ടൽ അല്ലെങ്കിൽ മുതലാളിയുടെ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജാതിക്കാരൻ്റെ മനസ്സിലായി. ഇഷ്ടമുള്ളവൻ പേരെഴുതി വെച്ചാൽ മതി എന്ന് കോടതി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതങ്ങ് സംഭവിച്ചു എന്ന് പറയുന്ന പോലെ ശബരിമലയിലും ഇതുവരെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് നടക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇത് ലോബി ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ടൗണുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൗണുകളിലെല്ലാം ഈ ചില പ്രത്യേക ആൾക്കാരുടെ കച്ചവടങ്ങളുണ്ട്. വലിയ കടകൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ കടകളുടെ പേര് വരെ മാറ്റിയാണ് കിടക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പേര് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ചില ആര്യാസ് ഹോട്ടലുകളൊക്കെ നോക്കിയാൽ മതി. അവിടെ ശ്രീകൃഷ്ണൻ മറ്റേ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അത് ചില പേര് വരുമ്പോൾ. അതുപോലെ ടൗണുകളിൽ ചില്ലറ കച്ചവടം, ഒന്ന് വലിയ കച്ചവടത്തിനകത്തില്ലെങ്കിൽ ചില്ലറ കച്ചവടം, ടൗണുകളിലെ മൊത്തം ചെറുകിട കച്ചവടങ്ങൾ ആരുടെയിലാണെന്നറിയോ? അല്ല, കച്ചവടം ചെയ്യാൻ അവർ മിടുക്കരാണല്ലോ. മറ്റ് സമുദായക്കാർ കച്ചവടം ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അത് വലിയ കച്ചവടമായാലും അല്ലെങ്കിൽ എല്ലാ ടൗണുകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആ ലോബിയെ സഹായിക്കുന്നു, ആ ലോബി ഏറ്റെടുത്തിരിക്കുന്നതും ഒരുപക്ഷെ PFIക്കാർ SDPIക്കാരെന്ന് പറഞ്ഞ ആക്ഷേപമുണ്ട്. അത് ശരിയോ തെറ്റോ നമ്മൾക്കറിയത്തില്ല. എന്തായാലും ശബരിമലയിൽ 90% കച്ചവടം ചെയ്യുന്നതും ഇതര ചില പ്രത്യേക മതസ്ഥരാണ്. അവർ ഈ രീതിയിലേക്കുള്ള ആൾക്കാരാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ശബരിമലയിലും കടകളിൽ പേരെഴുതി വെക്കുന്ന രീതിയിലേക്കും ഭക്ഷണം അത്തരത്തിലുള്ള കടകളിൽ നിന്ന് മാത്രം കഴിക്കുന്ന രീതിയിലേക്കും ഒക്കെ പോവും. മതേതര ജനാധിപത്യ സംവിധാനമൊക്കെ പോവും. ഭസ്മക്കുളത്തിൻ്റെ കാര്യത്തിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ഈ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് അത് നേരാവണ്ണമല്ല ചെയ്യുന്നത്, ആചാര ലംഘനം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിമർശനം വന്നിട്ടുണ്ട്. അതായത് 2000-ൽ ശബരിമല ലോകത്തിൽ ഒരു ദിവസം വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രദേശമാണ്. ലോകത്തിലെ മക്കയ്ക്കപ്പുറം വന്ന് അന്ന് തൊട്ട് ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയും ശബരിമല ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് സംഘപരിവാറും BHP ഒക്കെ പറയുന്നത് ശരിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സീസൺ അല്ലാത്ത സമയത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടത്തുന്നത്, സീസൺ ആവുന്ന സമയത്ത് എത്തരത്തിൽ ഈ കാര്യങ്ങൾ പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും വളരെ കൃത്യമായിട്ട് അവിടുത്തെ കച്ചവടക്കാരെയും ആ കച്ചവടക്കാരുടെ ഉദ്ദേശം കച്ചവടമാണോ എന്നൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പ്രശ്നമുണ്ടാകും. ശബരിമലയിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശബരിമലയിൽ ബോംബ് വയ്ക്കാം അല്ലെങ്കിൽ ഇത്ര ആളിനെ കൊല്ലാം എന്നൊക്കെ രീതിയിലൊക്കെ നേരത്തെ ഇതുപോലെ വാട്സപ്പിലും മറ്റൊക്കെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇതും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഗവൺമെൻറ് അത്ര നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ പോലും ഇപ്പോഴത്തെ ശബരിമലയിലെ രീതി വെച്ചിട്ട് ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര കഠിനമായിട്ടുള്ള നിരീക്ഷണമോ അല്ലെങ്കിൽ പോലീസ് സംവിധാനമോ ഒന്നും അവിടെ കൊടുക്കുന്നില്ല. മതേതര ജനാധിപത്യ രീതിയിൽ എല്ലാവരും ഒരേ ചിന്താഗതിയിലുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനപ്പുറത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കൂടി വന്ന വേണമെങ്കിൽ കഴിച്ചിട്ട് പോടാ നീയൊക്കെ ആരാന്ന് അല്ലെങ്കിൽ ഇത്രയൊക്കെ തരാനൊക്കുമെന്ന് ഒരു കേരളത്തിൽ അയ്യപ്പന്മാരോട് ഒരു ജാതിക്കാരനും പറയാത്ത ആ വീടും സംവിധാനമൊക്കെ അതിന് അയ്യപ്പന്മാർക്കും സ്വാമിമാർക്കും ഒക്കെ അത്രയ്ക്കുള്ള പരിഗണന ബഹുമാനമേ ഉള്ളൂ. അവരവിടെ വാഴുന്നത് ഈ പറയുന്ന ആശങ്കയ്ക്കൊക്കെ കാരണമാകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ഈ പറഞ്ഞപ്പോൾ ഈ ശബരിമല സീസൺ സമയത്ത് ഒത്തിരി ഇടത്താവളങ്ങൾ, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പുനലൂർ. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ആ വഴി പോകുമ്പോൾ അറിയാം. ആ സീസണിൽ പുനലൂർ ടൗൺ കഴിഞ്ഞിട്ട് ആ പാലം കഴിഞ്ഞ് അങ്ങോട്ട് കയറുന്ന ആ ഭാഗത്തെന്ന് പറഞ്ഞാൽ ശബരിമല പോയിട്ട് വരുന്ന ആളുകൾ വാഹനങ്ങളെ നിർത്തിയിട്ട് ധാരാളം കടകളുണ്ട് അവിടെ. ആ കടകളെന്ന് പറയുന്നത് മുഴുവൻ മിക്കവാറും എല്ലാ കടകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കടകളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ആളുകൾ ശബരിമല ഇറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലേക്ക്, നമ്മളങ്ങനെയാണല്ലോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ പോലെ ഇവർ ഈ വന്നിട്ട് ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ നിരയായിട്ട് കടകൾ കാണും. അപ്പോൾ ഈ കടയിൽ നിന്ന് ചിപ്സ്, വെളിച്ചെണ്ണ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ശബരിമല സീസണിൽ
ഒത്തിരി കച്ചവടക്കാർക്ക് ശബരിമലയുടെ പ്രദേശത്ത് മാത്രമല്ല, ഈ ഇടത്താവളം ആ വഴി, ആ ശബരിമലയിലേക്ക് പോകുന്ന വരികയും പോവുകയും ചെയ്യുന്ന വഴിയിലെല്ലാം കച്ചവടക്കാർ ആ സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ കച്ചവടം. പിന്നെ ആ കടകൾ അടച്ചിട്ടേക്കും. ആ സീസൺ സമയത്ത് കുറേ കടകൾ ഇങ്ങനെ തുറന്നിട്ടേക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ അത് എല്ലാ ബഹുമാനത്തോടും കൂടെ വേണം അവരെ നമ്മൾ, കാരണം നമ്മുടെ നാട്ടിലേക്ക്, അത് മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒന്ന് ഭക്തരാണ്, ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാർ. രണ്ടാമത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അതിഥികളാണ്. മൂന്നാമത് ഇത് നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. നമുക്കൊരു വരുമാനമാണ്. ഈ ചിന്തയോടുകൂടി ഒരു കസ്റ്റമറാണ് എന്നുള്ള ചിന്തയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആളുകളെ പിന്നെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് അവിടെ കടന്നുകൂടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ജോണിന് ഇപ്പോൾ ഒരു ദേഷ്യമുള്ള ഒരാൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ എത്ര കൺട്രോൾ ചെയ്താലും അറിയാതെ ദേഷ്യം വന്ന് സംസാരിക്കും. അതാണ് അത് മാനസികാവസ്ഥയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. ഒരിക്കലും നമ്മൾ എത്ര ഇപ്പം ജോൺ എത്ര വയലൻ്റ് ആയിട്ടിരുന്നാലും ഒരു സ്വാമി മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ജോണ് അത് മര്യാദയ്ക്ക് പറയും. അതുപോലെ പള്ളിയിലച്ചൻ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പറയത്തുള്ളൂ. ഒരു ഉസ്താദ് വന്നു കഴിഞ്ഞാൽ മര്യാദ. കാരണം നമ്മൾ അവർ വേറൊരു മേഖലയിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരെ ചെയ്യുന്ന ആൾക്കാരും അതിന് പ്രേരിപ്പിക്കുന്ന ആൾക്കാരും മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പനാണല്ലോ, അയ്യപ്പനാണ്. അത് തന്നെ അവിടെ ഇരിക്കുന്ന ബിംബം തന്നെയാണ് ഇവരെന്നുള്ള സങ്കല്പം ഉള്ളിലുള്ളത്. നമ്മൾ രണ്ടും രണ്ടല്ല ഒന്നാണെന്നുള്ള സങ്കല്പം. അപ്പം അത് ഇവർക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരാളാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതൊരു ചർച്ചയിൽ അങ്ങനത്തെ ആൾക്കാർ പലയിടങ്ങളിലും കടന്നു കൂടുന്നതായിട്ട് വളരെ കൃത്യമായ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ചില ഉദ്ദേശത്തോട്, കച്ചവടത്തിനപ്പുറം ചില ഉദ്ദേശത്തോട് കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കേരളമാകുമ്പോൾ വളരെ കൂടുതൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക. അത് സംശയാസ്പദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.